ദൈവമേ ആരുള്ളിലോകേ, അങ്ങിലല്ലാതെ വേറെയില്ലെന്നാശ്രയം. അങ്ങിൽ മാത്രം ചാരുന്നെൻ പ്രാണപ്രിയനേ, അങ്ങു മാത്രമാണെന്നു എൻ്റെ സർവസ്വം. അങ്ങിപ്പോലെ ദൈവമേ ആരുള്ളിലോകേ, അങ്ങിലല്ലാതെ വേറെയില്ലെന്നാശ്രയം. അങ്ങിൽ മാത്രം ചാരുന്നെൻ പ്രാണപ്രിയനേ, അങ്ങു മാത്രമാണെന്നു എൻ്റെ സർവസ്വം. ആരാധന അങ്ങേക്കാരാധന, എന്നേശുവേ അങ്ങേക്കാരാധന. ആരാധന അങ്ങേക്കാരാധന, എന്നേശുവേ അങ്ങേക്കാരാധന. എന്നെ മുറ്റുമായി ഞാൻ സമർപ്പിക്കുന്നേ, നിൻ വചനത്താൽ എന്നെ കഴുകണമേ. നിന്റെ ഹിതം പോലെന്നെ നടത്തണമേ, ശുദ്ധാത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ. എന്നെ മുറ്റുമായി ഞാൻ സമർപ്പിക്കുന്നേ, നിൻ വചനത്താൽ എന്നെ കഴുകണമേ. നിന്റെ ഗീതം പോലെന്നെ നടത്തണമേ, ശുദ്ധാത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ. ആരാധന അങ്ങേക്കാരാധന, എന്നേശുവേ അങ്ങേക്കാരാധന. ആരാധന അങ്ങേക്കാരാധന, എന്നേശുവേ അങ്ങേക്കാരാധന. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം ലൈഫ് ബിയോണ്ട് കമ്പയർ, താരതമ്യത്തിന് അതീതമായ ജീവിതം. ഉൽപ്പത്തിയുടെ പുസ്തകം 29 അധ്യായം 35 വാക്യം. ജെനസിസ് ചാപ്റ്റർ 29 വേഴ്സസ് 31 to 35. 35 വാക്യമാണ് വായിക്കുന്നത്. ഷീ കൺസീവ്ഡ് അഗൈൻ ആൻഡ് വെൻ ഷീ ഗേവ് ബർത്ത് ടു എ സൺ ഷീ സെഡ്, ദിസ് ടൈം I will praise the Lord. അവൾ പിന്നെയും ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിച്ചു. ഇപ്പോൾ ഞാൻ യഹോവയെ സ്തുതിക്കും എന്നവൾ പറഞ്ഞു. ആമേൻ. ഞങ്ങളുടെ പാറയും വീണ്ടെടുപ്പുകാരനുമായ കർത്താവേ, ഞങ്ങളുടെ അധരത്തിലെ ഓരോ വാക്കുകളും ഹൃദയത്തിലെ ധ്യാനവും തിരുസന്നിധിയിൽ പ്രസാദകരമായിരിക്കുവാൻ പരിശുദ്ധാത്മാവ് ദൈവമേ ഞങ്ങളെ സഹായിക്കണം. അവിടുന്ന് അങ്ങനെ ചെയ്യുന്നതിനായി നന്ദി. അനുഗ്രഹിച്ചതിനായി സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ. ലൈഫ് ബിയോണ്ട് കമ്പയർ, താരതമ്യത്തിന് അതീതമായ ജീവിതം. നാം ആയിരിക്കുന്ന ഈ ഡിജിറ്റൽ യുഗം എന്തിനുവേദനും മീഡിയയെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു തലമുറയാണ് നമുക്കുള്ളത്. മീഡിയയിൽ നിന്ന് അംഗീകാരം കിട്ടുവാൻ വേണ്ടി ഇപ്പോഴത്തെ തലമുറകൾ എന്തെല്ലാം കാര്യങ്ങളാണ് പബ്ലിക്കായിട്ട് ഫേസ്ബുക്കിലൂടെയും അതേപോലുള്ള മറ്റ് മാധ്യമങ്ങളിലൂടെയും കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാവരുടെയും മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത് ഒരു ലൈക്കടി കിട്ടണം, ഒരു അംഗീകാരം കിട്ടണം എന്നുള്ളതാണ്. അത് ലഭിക്കാൻ വേണ്ടി ഏത് എക്സ്ട്രീം വരെ പോകാൻ ഈ തലമുറ മടിക്കില്ലേ? മറ്റുള്ളവരാൽ അംഗീകരിക്കപ്പെടുന്നതിനായിട്ടുള്ള ആഗ്രഹം മുൻപേ
ഉണ്ടായിരുന്നതാണ്. ഉൽപ്പത്തി പുസ്തകം 29 ലേയ തന്റെ ഭർത്താവായ യാക്കോബിന്റെ സ്നേഹത്തിനായി അതിയായി കാംക്ഷിക്കുന്നു. അവളുടെ ആദ്യത്തെ 3 മക്കളുടെ പേരുകളിൽ അത് പ്രതിഫലിക്കുന്നു. എല്ലാം അവളുടെ ഏകാന്തതയെ വ്യക്തമാക്കുന്നു. 31 മുതൽ 34 വരെയുള്ള വാക്യത്തിലാണ് നമുക്ക് ലേയയുടെ ആ ഒരു മാനസികാവസ്ഥ നമുക്ക് കാണാൻ കഴിയുന്നത്. എന്നാൽ സങ്കടകരമെന്ന് പറയട്ടെ, യാക്കോബ് അവൾ ആഗ്രഹിച്ച സ്വീകാര്യത നൽകിയെന്നതിന് യാതൊരു സൂചനയും ലഭ്യമല്ല. 4ാമത്തെ കുഞ്ഞ് ജനിക്കുമ്പോഴാണ് അവിടെ ഒരു ട്വിസ്റ്റ് സംഭവിക്കുകയാണ്. എന്താണത്? തന്റെ 4ാമത്തെ കുഞ്ഞിന്റെ ജനനത്തോടുകൂടി ലേയ അവളുടെ ഭർത്താവിലേക്കല്ല, പകരം ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞു. 4ാമത്തെ പുത്രന് സ്തുതി എന്ന അർത്ഥമുള്ള യഹൂദ എന്ന് പേരിട്ടു. വാക്യം 35. ലേയ ഒടുവിൽ തന്റെ പ്രാധാന്യം ദൈവത്തിൽ കണ്ടെത്തി. അവൾ ദൈവീക രക്ഷാകര ചരിത്രത്തിന്റെ ഭാഗമായി തീർന്നു. ദാവീദിന്റെയും പിൽക്കാലത്ത് യേശുവിന്റെയും പൂർവീകനാണ് യഹൂദ. നമ്മുടെ പ്രാധാന്യം കണ്ടെത്തുവാൻ പല വിധത്തിൽ ശ്രമിക്കുന്നവരാണ്. എന്നാൽ യേശുവിൽ മാത്രമാണ് നമുക്ക് ദൈവമക്കൾ, ക്രിസ്തുവിനോട് കൂട്ടവകാശികൾ, നമ്മുടെ സ്വർഗീയ പിതാവിനോടൊപ്പം നിത്യകാലം വസിക്കുന്നവർ എന്നിങ്ങനെയുള്ള അംഗീകാരം ലഭിക്കുന്നത്. വിശുദ്ധ പൗലോസ് എഴുതിയിരിക്കുന്നത് പോലെ ഈ ലോകത്തിലെ യാതൊന്നും ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠതയോട് തുലനം ചെയ്യുവാവുന്നതല്ല. ഫിലിപ്പി ലേഖനം 3-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം. നാം ആയിരിക്കുന്ന ലോകത്തിൽ നാം പ്രതീക്ഷിക്കുന്ന പോലുള്ള ഒരു അംഗീകാരം കിട്ടില്ല. നമ്മുടെ ആത്മീയ മനുഷ്യന് ആഗ്രഹിക്കുന്ന അംഗീകാരം വേണമെങ്കിൽ ലേയ ദൈവത്തിലേക്ക് തിരിഞ്ഞതുപോലെ നമ്മളും ക്രിസ്തുവിലേക്ക് തിരിയണം. ക്രിസ്തുവിൽ മാത്രമാണ് എല്ലാത്തിന്റെ പൂർണ്ണത നമുക്ക് ദർശിക്കാൻ സാധിക്കുന്നത്. നമുക്ക് വേണ്ടത് മനുഷ്യന്റെ അംഗീകാരമല്ല. മനുഷ്യന്റെ സ്നേഹം പിടിച്ചു പറ്റുക അസാധ്യമാണ്. എന്നാൽ ദൈവസ്നേഹം അത് അറിഞ്ഞു തരുന്നതാണ്. സ്തോത്രം. ലേയയെപ്പോലെ ദൈവത്തിലേക്ക് തിരിഞ്ഞ് നമുക്ക് കർത്താവിനെ സ്തുതിച്ച് ദൈവം തരുന്ന നന്മകൾക്ക് നമ്മളെ കൊണ്ട് ദൈവത്തിന്റെ കരങ്ങളിൽ അവൻ നമ്മളെ എടുത്തുപയോഗിക്കുമ്പോൾ, സ്തോത്രം, മനുഷ്യന്റെ അംഗീകാരത്തിന് വേണ്ടി പുറകെ ഓടരുത്. ദൈവം തരുന്ന അംഗീകാരമാണ് ശാശ്വതമായ അംഗീകാരം. സ്തോത്രം. നമ്മളുടെ മൂല്യവും സ്വീകാര്യതയും നമ്മൾ എന്തിൽ അഥവാ ആരിൽ നേടുവാനാണ് പരിശ്രമിക്കുന്നത്? യേശുവിലുള്ള വിശ്വാസം നമ്മുടെ യഥാർത്ഥ വ്യക്തിത്വത്തിലേക്ക് വാതിൽ എങ്ങനെയാണ് തുറക്കുന്നത് എന്നുള്ള ആ ഒരു ചോദ്യത്തിന് ഈ വചനത്തിൽ നമുക്ക് ഉത്തരം കണ്ടെത്താൻ കഴിയും. ലേയയെപ്പോലെ ദൈവത്തിലേക്ക് നമ്മുടെ ഹൃദയം തുറക്കാം. ഈ ചിന്തകളാൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. സ്നേഹവാനായ പിതാവേ, ഇന്ന് തിരുവചനം ശ്രവിച്ച ഓരോ മക്കളെയും അനുഗ്രഹിക്കണം. കുടുംബമായി ഞങ്ങളെ കരങ്ങളെടുത്ത് ഉപയോഗിക്കണമേ. ഹല്ലേലൂയ. സ്തോത്രയാഗം അർപ്പിക്കുന്ന കുടുംബമായി എല്ലാ നന്മകൾക്കും നന്ദിയുള്ള ഹൃദയത്തിന്റെ ഉടമകളായി ജീവിക്കാൻ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണം. ഞങ്ങൾ ചേർന്ന് നിൽക്കുന്ന കൂട്ടായ്മയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, അങ്ങേക്കാളുപരി മറ്റൊന്നും ഈ ലോകത്തിൽ ഇല്ല എന്നുള്ള ദൃഢമായ ബോധ്യത്തിൽ വളരുവാൻ നിന്റെ മക്കളായി ഞങ്ങളെ സഹായിക്കണം, അനുഗ്രഹിക്കണം. സ്തോത്രം കർത്താവേ. ഈ സമയത്ത് ഞങ്ങളുടെ മാതൃരാജ്യമായ ഇന്ത്യയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ത്യയിലുള്ള എല്ലാ സംസ്ഥാനങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പെരുകി വരുന്ന മതസ്പർദ്ധ മാറിപ്പോട്ടെ. ഹല്ലേലൂയ. ദൈവഭയമുള്ള മക്കളായി ജീവിക്കുവാൻ സഹായിക്കണമേ. വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ ഞങ്ങൾ നിൽക്കുമ്പോൾ ലോകത്തിന് അനുരൂപരാകാതെ മനസ്സുബുദ്ധിക്ക് രൂപാന്തരം പ്രാപിക്കുവാൻ ഓരോരുത്തരെയും സഹായിക്കണം. പല്ലിന് പകരം പല്ല്, പ്രതികാരം ഞങ്ങൾക്കുള്ളതല്ലോ കർത്താവേ. ഞങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നത് അവിടുന്നാണല്ലോ. സ്തോത്രം കർത്താവേ. ദൈവമക്കൾക്കെതിരെ ഉയരുന്ന എല്ലാ ദുഷ്ടപ്രവൃത്തികളും ദേശമണ്ഡലത്തിൽ നിന്ന് വിട്ടുമാറട്ടെ. അനേക ഇടങ്ങളിൽ ക്രൂരമായി മർദ്ദനമേൽക്കുന്ന ദൈവത്തിന്റെ മക്കളുണ്ടല്ലോ, അവരെല്ലാം ഈ സമയത്ത് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ അവരിൽ നിന്നും വളരെ വിദൂരത്താണെങ്കിലും ആത്മാവിൽ ഒരുമിച്ച് കർത്താവേ, ഞങ്ങൾ ഒരുമനപ്പെട്ടുകൊണ്ട് നിന്റെ നാമത്തെ പ്രതി പീഡനങ്ങളെ അനുഭവിക്കുന്ന മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് അവരെ ശക്തീകരിക്കണമേ, ബലപ്പെടുത്തണമേ. ഞങ്ങൾക്ക് തന്നിരിക്കുന്ന കുടുംബങ്ങൾക്കായി സ്തോത്രം, തന്നിരിക്കുന്ന നന്മകൾക്കായി നന്ദി പറയുന്നു. തന്നിരിക്കുന്ന തലമുറകളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, സ്തോത്രയാഗം അർപ്പിക്കുന്ന തലമുറകളായി മക്കൾ മാറട്ടെ.
സ്തോത്രം. നന്ദിയുള്ള ഹൃദയത്തോടെ അവർ വളരട്ടെ, ജീവിക്കട്ടെ. സ്തോത്രം കർത്താവേ. ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ഭൗതിക നന്മകൾക്കായി സ്തോത്രം. അവിടെ ഞങ്ങളുടെ വയലുകളെ അനുഗ്രഹിച്ചിരിക്കാൻ നന്ദി പറയുന്നു. ഞങ്ങളുടെ ഓഫീസുകളെ അനുഗ്രഹിച്ചതിനായി നന്ദി. ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ബിസിനസ്സുകളെ അനുഗ്രഹിച്ചതിനായി, അതിൻ്റെ അതിരുകളെ അവിടുന്ന് വിശാലപ്പെടുത്തുന്നതിനായി സ്തോത്രം കർത്താവേ. സകല ഭാരവും അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഇന്നേ ദിനത്തിനായി നന്ദി പറയുന്നു. ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ പ്രവൃത്തികളെയും അവിടുന്ന് അനുഗ്രഹിക്കണം. അകത്ത് വരുമ്പോഴും പുറത്തു പോകുമ്പോഴും തിരുസാന്നിധ്യം കൂടെ വരുന്നതിനായി നന്ദിയപ്പ. പ്രാർത്ഥനയും യാചനയും കേട്ടിരിക്കാൻ നന്ദിയപ്പ. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. നിൻ വഴികളിൽ ഞാൻ നടക്കുവാനായി, വഴി കാട്ടിയായി എന്നെ നയിക്കണമേ. വിശ്വാസത്തിലെന്നെ ഉറപ്പിക്കുവാൻ ക്രിസ്തു എന്ന പാറയിൽ നിർത്തിയിടണമേ. നിൻ വഴികളിൽ ഞാൻ നടക്കുവാനായി, വഴി കാട്ടിയായി എന്നെ നയിക്കണമേ. വിശ്വാസത്തിലെന്നെ ഉറപ്പിക്കുവാൻ ക്രിസ്തു എന്ന